കൊച്ചിയിലൊന്ന് ഇരുട്ട് വീഴാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ. രാത്രിയാമങ്ങളിൽ അവർ വളയം പിടിക്കുന്നത് ഒരൊറ്റ ലഹരിക്ക് വേണ്ടിയാണ്. പലയിടത്തും കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ ചീറിപ്പായുന്ന ജപ്പാൻ കുതിരകൾ, ആരെയും കുസാതെ ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറ്റം വരുത്തുന്നതും ഹോബി. ജീവന് തന്നെ ഭീഷണിയായി മത്സരയോട്ടം നടത്തുന്ന കാറുകളെ പൂട്ടി പോലീസ്. പ്രിയ പ്രേക്ഷകരെ, എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചി നഗരത്തിൽ രാത്രികാലങ്ങളിൽ അനധികൃത കാർ റേസിംഗിന് ഉപയോഗിച്ച രൂപമാറ്റം വരുത്തിയ 3 ആഡംബര കാറുകൾ കൊച്ചി സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹൈക്കോടതിക്ക് സമീപം കേന്ദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിന് മുന്നിൽ വെച്ച് ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് വാഹനങ്ങൾ പിടികൂടിയത്. കാതടിപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കി മത്സരയോട്ടം നടത്തുന്നതിനെതിരെ റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്ന് വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് പോലീസ് നടപടി. പോലീസ് നിരീക്ഷണത്തിനിടെ ആദ്യം കസ്റ്റഡിയിലെടുത്തത് ഹോണ്ട സിവിക്, ഹോണ്ട അക്കോർഡ് എന്നീ 2 കാറുകളാണ്. ഇവയുടെ സൈലൻസറുകൾ മത്സരയോട്ടത്തിനായി രൂപമാറ്റം വരുത്തുകയും സ്റ്റിക്കറുകൾ പതിച്ച് നിറം മാറ്റുകയും ചെയ്തിരുന്നു. ഈ വാഹനങ്ങൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനിടെ കാസർഗോഡ് സ്വദേശിയായ ഒരാൾ സ്വിഫ്റ്റ് കാറുമായി ഇവർക്കൊപ്പം ചേരുകയായിരുന്നു. ഇയാൾ റേസിംഗിനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വന്നതെങ്കിലും ഇയാളുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രൂപമാറ്റം വരുത്തിയ സൈലൻസറുകൾ പണിശാലയിലെത്തിച്ച് പഴയപടിയാക്കി. വാഹന ഉടമകളിൽ നിന്ന് 10,000 രൂപ വീതം പിഴയീടാക്കിയ ശേഷം കാറുകൾ വിട്ടയക്കുകയായിരുന്നു. ക്യൂൻസ് വാക്വേ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാർ റേസിംഗ് പതിവാണെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം MG റോഡ് ഉൾപ്പെടെ അമിത ശബ്ദമുണ്ടാക്കി കാറുകൾ ചീറിപ്പായുന്നതിനെതിരെയും പരാതികൾ ഉയർന്നിരുന്നു. നഗരത്തിൽ രാത്രികാലങ്ങളിലെ മത്സരയോട്ടം തടയുന്നതിനായി വരും ദിവസങ്ങളിൽ കർശന പരിശോധന ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചിട്ടുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.